രാജമാണിക്യം കമ്മീഷൻ റിപ്പോർട്ടിനെ തുടർന്ന് പ്രതിസന്ധിയിലായ ഉപ്പുതറയിലെ കർഷകരും വ്യാപാരികളും പ്രതീക്ഷയിൽ. ഇന്നലെ അധികാരമേറ്റ UDF സർക്കാർ പ്രശ്നപരിഹാരം കാണുമെന്നാണ് വ്യാപാരികളുടെ പ്രതീക്ഷ. ഇത് സംബന്ധിച്ച് നിയുക്ത പീരുമേട് MLA ഉറപ്പ് നൽകിയതായി വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് സിബി മുത്തുമാക്കുഴി ഇടുക്കി വിഷ്ണുവോട് പറഞ്ഞു. ഉപ്പുതറയിലെ 12 സർവേ നമ്പറുകളിലെ പട്ടയഭൂമിയുടെ ആധാരം പോക്കുവരവ് എന്നിവയ്ക്കാണ് 10 വർഷം മുമ്പ് തടസ്സമുണ്ടായത്. 338 പൂർണ്ണമായും 274/1, 274/2, 274/3, 274/4, 274/5D, 274/6, 274/7, 274/9, 274/10, 274/11 എന്നീ സർവേ നമ്പറിലെ ഭൂമിക്കാണ് പോക്കുവരവ് പാടില്ലെന്ന് രാജമാണിക്യം റിപ്പോർട്ട്. രാജമാണിക്യം കമ്മീഷൻ റിപ്പോർട്ടിന്മേൽ 6 സർവേ നമ്പറിലെ കരം സ്വീകരിക്കുന്നത് റവന്യൂ വകുപ്പ് 10 വർഷം മുമ്പാണ് തടഞ്ഞത്. എന്നാൽ 338 ഒഴികെ 917, 800, 798, 799, 274 എന്നീ സർവേ നമ്പറുകൾ നിർദ്ദേശത്തിൽ ഉൾപ്പെട്ടിട്ടില്ല. പകരം 332നൊപ്പം 274 15 സബ് ഡിവിഷനുകളിലെ ഭൂമിക്കാണ് നിയമ തടസ്സമുണ്ടായിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ പട്ടയഭൂമി ഉൾപ്പെട്ട 338 സർവേ നമ്പർ 2ലും ഉൾപ്പെട്ടിട്ടുണ്ട്. പീരുമേട് കമ്പനി അടിയാധാരത്തിൽ ഉൾപ്പെട്ട സ്ഥലങ്ങളാണിതെന്നും തോട്ടം മേഖലയിൽ നിന്ന് കർഷകർ വിലയ്ക്ക് വാങ്ങിയതാണെന്നും രാജമാണിക്യം കമ്മീഷൻ റിപ്പോർട്ടിൽ പരാമർശിച്ചിരുന്നു. തോട്ടഭൂമി തരം മാറ്റിയതാണ് എന്നും റിപ്പോർട്ടിലുണ്ട്. തോട്ടവും തോട്ടം തരം മാറ്റിയ ഭൂമിയും സർക്കാർ തിരിച്ചുപിടിക്കണമെന്നും റിപ്പോർട്ടിൽ സൂചനയുണ്ട്. റിപ്പോർട്ടിലെ ഈ പരാമർശമാണ് കർഷകർക്ക് വിനയായത്. കമ്മീഷൻ റിപ്പോർട്ട് വരും മുന്നേ വായ്പയെടുത്ത പല കർഷകർക്കും വായ്പ പുതുക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇതോടെ കർഷകർ ജപ്തി ഭീഷണിയിലാണ് കഴിയുന്നത്. കഴിഞ്ഞ 10 വർഷമായി ഈ ദുരിതം പേറിയാണ് ഉപ്പുതറയിലെ കർഷകരും വ്യാപാരികളും കഴിഞ്ഞു കൂടുന്നത്. കഴിഞ്ഞ ദിവസം വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ വാർഷികത്തിലെത്തിയ നിയുക്ത MLA അഡ്വക്കേറ്റ് സിറിയക് തോമസ് ഉപ്പുതറയിലെ ഭൂമി പ്രശ്നം പരിഹരിക്കാമെന്ന് ഉറപ്പ് നൽകിയിരുന്നു. ഏതാണ്ട് 100-120 വർഷം മുമ്പ് ചെമ്പ് പട്ടയം കിട്ടിയ ഭൂമിക്ക് പോലും ഇപ്പോൾ യാതൊരു വിലയുമില്ലാത്ത ഒരു സാഹചര്യം ഇപ്പോൾ വന്നിരിക്കുകയാണ്. കഴിഞ്ഞ 15-ാം തീയതി കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ പൊതുയോഗവും തെരഞ്ഞെടുപ്പും ഉണ്ടായിരുന്നു. ആ സമയത്ത് രാവിലത്തെ സെക്ഷന് ഉദ്ഘാടനം ചെയ്യാൻ വന്ന നമ്മുടെ നിയുക്ത MLA സിറിയക് സാറ് പറഞ്ഞത് ഉപ്പുതറയിലെ ഭൂപ്രശ്നങ്ങൾ, പ്രത്യേകിച്ച് ഹൈറേഞ്ച് മേഖലയിലെ ഭൂപ്രശ്നങ്ങളെ പറ്റി പഠിക്കുകയും അതോടൊപ്പം അതിന് പരിഹാരം ഉണ്ടാക്കാൻ സാധിക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇപ്പം പുതുതായിട്ട് വന്നിരിക്കുന്ന ഈ UDF മന്ത്രിസഭ അതിന് അനുയോജ്യമായ ഒരു നിലപാട് സ്വീകരിക്കും എന്നാണ് ഉപ്പുതറയിലും പ്രത്യേകിച്ച് ഹൈറേഞ്ച് പ്രദേശത്തുള്ള ആൾക്കാരുടെ ഒരു പ്രതീക്ഷ. മുഖ്യമന്ത്രി VD സതീശൻ സർക്കാർ അധികാരത്തിൽ വന്നതോടെ ഉപ്പുതറയിലെ ഭൂമി പ്രശ്നത്തിനും പരിഹാരം കാണാൻ കഴിയുമെന്ന പ്രതീക്ഷയാണ് കർഷകർക്കും വ്യാപാരികൾക്കും ഉള്ളത്. ജില്ലയിലെ ഭൂപ്രശ്നത്തെപ്പറ്റി ആഴത്തിൽ പഠിച്ചിട്ടുള്ള മുഖ്യമന്ത്രി പ്രശ്നം പരിഹരിക്കുമെന്നുള്ള ഉറച്ച വിശ്വാസത്തിലാണ് ഉപ്പുതറയിലെ വ്യാപാരി വ്യവസായി ഏകോപന സമിതി. ഇടുക്കി വിഷൻ ന്യൂസ്, ഉപ്പുതറ.